വാച്ചിങ് മാളവിക ദീപിക വ്ളോഗ്സ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഡെസേർട്ട്സ് അഥവാ മരുഭൂമിയിലും നമ്മുടെ ബീച്ച് അഥവാ കടലിലുമാണ്. കണ്ണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആടുജീവിതം കണ്ടുകൊണ്ട്. അപ്പം നമുക്ക് പോകാം. പാറും ഇവിടെ ഒരുങ്ങിയിട്ട് ഇപ്പോൾ ഉള്ളൊരു ഹാഫ് ഷോർട്ട്സും പിന്നെ ഒരു ടീഷർട്ടും. നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കടകളൊക്കെ കണ്ടു. അന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ മലയാളിയുടെ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഈ മറ്റേ തേൻമുട്ടായും പോപ്പിൻസ് നാരങ്ങ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പഴംപൊരിയും പിന്നെ പരിപ്പ് വടയും പിന്നെന്താ പപ്സും ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. അന്നേരം ഇറങ്ങുന്നതിനിടയ്ക്ക് ഞങ്ങളൊരു പോപ്പിൻസ് മേടിച്ചിട്ടാണ് ഇറങ്ങിയത്. 2 പോപ്പിൻസ്. അതാണ് നിങ്ങളെ ഞാൻ ഇത്രയും നേരം കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പോപ്പിൻസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം ഇവിടെ പോപ്പിൻസ് മാത്രമല്ല കോപ്പിക്കോയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊരു കടയിൽ പോയപ്പോൾ കണ്ടു. അന്നേരം പോപ്പിൻസ് ഞങ്ങൾ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വണ്ടിക്കകത്തിരുന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ കണ്ടു. അതാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം കുറേ പള്ളി കണ്ടു. എന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്നോ ഒമാൻ കണ്ടു. സ്നോ ഒമാൻ എന്ന് വെച്ചാൽ മാൾ ഓഫ് ഒമാനാണ് കേട്ടോ. മാൾ ഓഫ് ഒമാൻ എന്ന് എഴുതിയത് കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ബ്ലറായിപ്പോയി. അതൊക്കെ ശ്രമിക്കാം. മാൾ ഓഫ് ഒമാനാണ്. മാൾ ഓഫ് ഒമാൻ ഞങ്ങൾ ഇനി ഒരു വട്ടം പോകുമ്പോൾ വീഡിയോ ഇടാൻ നോക്കാം. അപ്പം നല്ല രസമായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മളൊരു സിറ്റി മുഴുവൻ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മലകളാണല്ലോ ഏറ്റവും ഉള്ളത്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനിവിടെ പാർക്ക് വന്നിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അന്നേരം വണ്ടികളുടെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ. അപ്പം മാൾ ഓഫ് ഒമാനാണിത്. അപ്പം മാൾ ഓഫ് ഒമാൻ അപ്പം നിങ്ങൾ ശബ്ദം കേട്ടോ വണ്ടിയുടെ കണ്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ പാർക്ക് വന്നിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നോന്ന് അത് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയാണ്. ഞങ്ങൾ കയറിപ്പോയത് ഈ വഴിയാണ് പോയത്. അപ്പം ഞങ്ങൾ പോയി ഇറങ്ങി. അതിൻ്റെ ആ ഒരു മണലിൽ കൂടിയാണ് പോകുന്നത്, റോഡിൽ കൂടിയല്ല. റോഡ് അവിടെ ഉണ്ട്. ഇനി നമ്മൾ റോഡിലോട്ട് ഇറങ്ങും. നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ടോ. അത് ഓരോരുത്തർ അവിടെ ഇരുന്നൊക്കെ ശ്രമിച്ചിട്ട് വീണ്ടും പോകും. അന്നേരം ഞങ്ങൾ അവിടെ എല്ലാം ഇറങ്ങിയത്. ഞങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ സത്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സത്യം ആടുജീവിതമാണ്. ആടുജീവിതം ഞാൻ കണ്ടു. നല്ല സിനിമയാണ്. പൃഥ്വിരാജിൻ്റെയൊക്കെ അഭിനയം അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ ഇപ്പം ഗൂഗിളിൽ നിന്ന് ഡെസേർട്ട്സ് അടിച്ചാലും നമ്മൾ കിട്ടുന്ന ആ പടം പോലെയാണ് നമുക്ക് ഇങ്ങനെ കുഴി പോലെ എന്തോ ഒരു ഡെസേർട്ട്സ് അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ആ തുമ്പിലിറങ്ങിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് മണലിങ്ങനെ വാരി കയ്യിൽ വെച്ചപ്പോൾ അതിങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 മണിയൊക്കെ സമയത്താണ് ഇറങ്ങിയത്. പക്ഷെ എന്നാലും ചൂടുണ്ടായിരുന്നു. പക്ഷേ നല്ല കുളിർത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നാണ് നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് പൊടി ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാറുതോ അങ്ങ് അവിടെ പോയി നിന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞ് ഞാൻ ഓടിച്ചാടിപ്പോയി. അന്നേരം ഓടിച്ചാടിപ്പോയതിന് ശേഷം ഞാൻ അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ കാൽപാദമാണ് അത്. എൻ്റെ കാൽപാദത്തിൻ്റെ അവിടെ കൂടി പാറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ എടുത്തതാണ്. അപ്പോൾ സിറ്റി മുഴുവൻ കാണിക്കുന്നത്. അപ്പം എന്നിട്ട് ഞാൻ ബളബള എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുവാണ്. അത് പക്ഷേ ഞാൻ റിയൽ വോയിസിൽ പറഞ്ഞാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുവാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഞങ്ങൾ കുളമാക്കിയതിന് ശേഷം കണ്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. റീൽസ് എന്ന് പറയുമ്പോൾ പെരിയോനേ റഹ്മാനേ ആ പാട്ടാണ്. നമ്മൾ പെരിയോനെ പാട്ടൊക്കെ എടുത്ത് അത് ഷോർട്സിൽ ഞാൻ ഇട്ടിരുന്നു. പിന്നെ കുറച്ചും കൂടി വണ്ടി എടുത്ത് നമ്മൾ മുൻപോട്ട് പോയി. അപ്പോൾ ഷോർട്സിൽ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മാളവിക ദീപിക വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ കയറി ഷോർട്സ് എടുത്ത് പെരിയോനെ എന്നുള്ള പാട്ട് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കുറേ മണൽ തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു പോയിന്റിലെത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയായിരുന്നു. അപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ഇറങ്ങി
ഇറങ്ങിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇതെന്താണ് ഞാൻ ഓടുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നിരങ്ങിയപ്പോൾ എനിക്ക് ചൂടില്ല, തണൽ ആയ സ്ഥലത്താണ് ഞങ്ങൾ നിരങ്ങിയത്. അന്നേരം ഞാൻ അങ്ങോട്ട് കയറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട്, എൻ്റെ കാല് പൊള്ളിപ്പോയി. അതേമാതിരി പാറുവിനാദ്യം കിട്ടിയ അനുഭവം ഞാൻ കണ്ടില്ല. ഞാൻ നിരങ്ങിയിട്ട് പിന്നെ എന്തായാലും കയറണ്ടേ, ഇപ്പം കയറാൻ വേണ്ടിയുള്ള പണിയായിരുന്നു. അപ്പം അങ്കിള് പോകേണ്ട പോകുന്നു, അച്ഛനും അവിടോട്ട് പോകുന്നുണ്ട്. പാറു ആ പോയിന്റിൽ പോയി നിൽക്കുകയാണ്. അന്നേരം ഞാനിത് കാണിക്കുന്നത് ഒരു തളി വെള്ളം പോലും ഇല്ലെന്ന് കാണിക്കുന്നതാണ്. വെള്ളം പോലും ഇല്ലെന്നുള്ളത് ഒരു മരുഭൂമിയിൽ ചെന്നിട്ട് വെള്ളമില്ലെന്ന് പറയുന്നൊരു കൂട്ടെ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. എനിക്ക് ആ വ്യൂവിൽ ഏറ്റവും കൂടുതൽ കാണാൻ കിട്ടിയത് മലകളാണ്. മലകൾ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നിരങ്ങിയാൽ നല്ല രസമാണ്. നമ്മൾ അപ്പുറത്ത് ഒരു നിരങ്ങിയ ലൈൻ നടന്നിങ്ങനെ പോയാൽ അപ്പുറത്തെ റോഡുകളാണ് ചെന്ന് കയറുന്നത്. അപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോകാം. മലകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നോക്കിയാൽ നമുക്ക് മൊത്തം വെള്ള കളറിലെ കുറേ കൂടാരം പോലത്തെയാണ് കാണുക. അപ്പം അത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം കുറേ വണ്ടികളിങ്ങനെ ഓടിച്ച് അവർ കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കുവാണോ എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. എന്തായാലും ഒരു ബ്രൗൺ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡുള്ള കുറേ കാറുകളൊക്കെ ഓടിച്ചിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിധിയൊക്കെ ഉണ്ടോയെന്ന് തപ്പി നോക്കുകയൊക്കെയായിരുന്നു. നിധി ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. കുറേ കരികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ക്രാഫ്റ്റ് ഐഡിയ തോന്നി എനിക്ക്. അന്നേരം അത് ഞാൻ അവിടെ വെച്ച് തന്നെ ചെയ്തു. ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റൈറ്റിംഗ്. ഇതാണ് റൈറ്റിംഗ്. പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് വന്നു. ഇത് മാളവിക ദീപിക വ്ളോഗ്സ് 2024 ലവ് ചിഹ്നം വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഈ കല്ലിൻ്റെ മണ്ടയ്ക്ക് ഐ ലവ് ഒമാൻ എന്നും ഡേറ്റ് 2024 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ മാളവിക ദീപിക വ്ളോഗ്സ് ഐ ലവ് ഒമാൻ 2024 ഒരു ലവ് ചിഹ്നം. അപ്പോൾ ഇവിടെ കരി കിടക്കുന്ന കണ്ടുകൊണ്ട് എഴുതിയാണ്. അപ്പം നമുക്ക് അഭിപ്രായം അമ്മയെടുത്ത് ചോദിക്കാം. അമ്മയുടെ റിയാക്ഷൻ. സൂപ്പർ. ഓക്കെ. അപ്പോൾ ഇതാണ് അമ്മയുടെ റിയാക്ഷൻ. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ എന്ന് പറഞ്ഞു. ഇനി ഇതാരാണ് കാണുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ നേരത്തെ? അപ്പോൾ അതറിയാൻ പറയരുത്. ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ല, വേറെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. വേറെ സ്ഥലം എന്ന് വെച്ചാൽ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ബീച്ചിലേക്ക് പോകാനുള്ള പകുതി സ്ഥലങ്ങളെത്തി. നമ്മൾ ഡെസേർട്സിനോട് താറ്റ പറഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് വെൽക്കം ടു ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലേക്ക് എത്തി. അപ്പം എന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. പാർക്കിംഗ് സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെളിയിലിറങ്ങിയിട്ട് ഞാൻ കാണിക്കുന്നത് സൂര്യൻ ആണെയാണ് ഞാൻ പറയുന്നത്. സൂര്യനെയാണ്. സൂര്യനും ഉണ്ട് ചന്ദ്രനും ഉണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അവിടെ തെങ്ങുകൾ നിൽക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഒമാനി വന്നിട്ട് ബീച്ചിലാണ് കാണുന്നത് തെങ്ങ്. ബാക്കിയെല്ലായിടത്ത് നോക്കിയാൽ പനയാണ് കാണുക. പന. അപ്പോൾ അയ്യോ കിതയ്ക്കുന്നേ. ഞാനിവിടെ പാർക്കിലായതുകൊണ്ട് ഞാനിങ്ങനെ നടന്നങ്ങ് പറയുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. നടന്ന് ഞാൻ ചുമ്മാ പറയുവാണ് നടന്ന്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. ദൂരം എന്നില്ല, ഞാനങ്ങോട്ട് എനിക്ക് ആ വെള്ളത്തിൽ കാലൊന്ന് നനച്ചാൽ മതിയായിരുന്നു. ഭയങ്കര ചൂടൊന്നുമില്ലായിരുന്നു. വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. സത്യം ഭയങ്കര തണുപ്പായിരുന്നു, ഭയങ്കര കുളിരായിരുന്നു. കുറച്ചും കൂടി ഈ വെയിലങ്ങ് ആറി സൂര്യൻ പകുതി എത്തിയപ്പോഴത്തേക്കും ഭയങ്കര കുളിരായിരുന്നു. ഭയങ്കര തണുത്തിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. അന്നേരം നമ്മൾ ഇറങ്ങി കാല് നനച്ചു. അപ്പോൾ പാറു ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പാറുവിനെ ആദ്യം കണ്ടപ്പോൾ പേടി വന്നു. പേടി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ നേരെ ഇങ്ങനെ പോയി. ഞാനും അച്ഛനും ഇങ്ങനെ പോയിട്ട് അവിടെ നിൽപ്പുണ്ട് കഴിച്ചിട്ട്. പാറു പിന്നെ അതിലേക്ക് വന്നു. പിന്നെ പാറു വെളിയിൽ വന്നിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ കുറേ നേരം ഇരുന്ന് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ആ സമയത്തേക്ക് ഒരു പ്ലെയിൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് പറന്നു പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ കളിച്ചു. കുറേ നേരം ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പറന്നു പോകുന്നത് ഞങ്ങൾ പലവട്ടം കണ്ടു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഒമാനി വന്നതിന് ശേഷം
ആദ്യമായിട്ട് അത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അഥവാ ആഴമില്ലാത്തൊരു ബീച്ചുമായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ നേരം കളിച്ചു. അന്നേരം ഞങ്ങൾ ഇടയ്ക്ക് ബോട്ട് ഇങ്ങനെ ഇറക്കുന്ന കണ്ടു. ഒരു വണ്ടിയൊക്കെ കൊണ്ടിങ്ങനെ ബോട്ട് ഇറക്കുന്നത് സൺസെറ്റും ഒക്കെ കണ്ടു. അപ്പോൾ ബോട്ട് ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അന്നേരം ഞങ്ങളിവിടെ കളിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും പോകണമെന്ന് തോന്നിയില്ല, കാരണം അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണം എന്നാണ് തോന്നിയത്. പിന്നെ വെളിയിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം പോകുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പിക്ക് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറേ നേരം കളിച്ചു. ഇരുട്ടൊക്കെ ആകുമ്പോഴേക്കും വേറെ കളിച്ചു. എന്നിട്ട് സൺസെറ്റ് നമ്മൾ കണ്ടു. അങ്ങനെ സൺസെറ്റും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചിങ്ങ് വന്നത്. സണ്ണിങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവായിട്ടുകൊണ്ട് ഇങ്ങനെ താട്ടിങ്ങനെ വരും. കുറച്ച് കുഞ്ഞായിട്ട് വന്നിട്ട് ലാസ്റ്റ് ഒരു വര പോലാകും. ലാസ്റ്റ് വരയായിട്ട് പിന്നെ ഇല്ലാതാകുവാണ്. പിന്നെ ഇരട്ടിങ്ങനായിട്ട് നമ്മുടെ പ്ലെയിൻ ചന്ദ്രൻ കാണും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്ലെയിനും ഒക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പിസ്സ മേടിക്കാൻ വേണ്ടി ഡൊമിനോസ് പിസ്സ ഹട്ടിലേക്കാണ് വന്നിരുന്നത്. എന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. എന്നിട്ട് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ പൊട്ടിച്ചു. അതിനകത്തൊരു പൗഡർ പോലെ കുരുമുളക് പൊടി ഇല്ലേ, അതിൻ്റെയൊക്കെ കൂട്ടത്തതും പിന്നെ സോസും അതുപോലെ ടിഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിസ്സ കഴിച്ച് നോക്കി. അടിപൊളിയാണ്. ഞങ്ങൾ ഒമാനി വന്നിട്ട് 2ാമത്തെ വട്ടമാണെന്ന് തോന്നി ഞങ്ങൾ പിസ്സ കഴിക്കുന്നത്. എനിക്ക് ഓർമ്മയിൽ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അടിപൊളി പിസ്സയായിരുന്നു. ഡൊമിനോസിലെ പിസ്സ ഹട്ട് എന്ന് പറയുന്നതാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പം അടിപൊളി പിസ്സ ആയിരുന്നു അവരുടെ. അതിനകത്ത് ക്യാപ്സിക്കം പിന്നെ നല്ല വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു. ഞങ്ങൾ കഴിച്ചു അത് മൊത്തം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ദിസ് ഇസ് മാളവിക സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ. പിന്നെ പെരിയോനെ സോങ് കാണാൻ മറക്കല്ലേ. പ്ലം